നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തലൈവിക്ക് തിരിച്ചടി. മുല്ലപ്പെരിയാറിൽ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യത്തിന് തിരിച്ചടി. ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കേസിൽ ആവശ്യമെങ്കിൽ തമിഴ്നാട് സർക്കാരിന് റിവ്യൂ ഹർജി നൽകാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. തർക്ക വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുന്നതിനാൽ ഇടക്കാല ഹർജി നൽകാനാകില്ലെന്ന് കോടതി. ഇതേ തുടർന്ന് സർക്കാർ ഹർജി പിൻവലിക്കുകയായിരുന്നു. പുതിയ അണക്കെട്ടിനുള്ള പാരിസ്ഥിതിക അനുമതി റദ്ദാക്കണമെന്ന ആവശ്യത്തിനും അംഗീകാരമില്ല. തീയണയ്ക്കാൻ ഉപസമിതി. കരിമരുന്ന് വിവാദം പുകയുന്നതിനിടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വെടിക്കെട്ട് നിരോധന ആവശ്യവുമായി ആഭ്യന്തര വകുപ്പ്. നിലപാട് സത്യവാങ്മൂലമായി ഹൈക്കോടതിയെ അറിയിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് DGPയുടെ കത്ത്. വിഷയത്തിൽ സർവകക്ഷി യോഗത്തിലെ അഭിപ്രായം കൂടി പരിഗണിക്കുമെന്നും DGP. പരവൂർ ദുരന്തത്തിൽ CBIയുടേതുൾപ്പെടെ ഏത് അന്വേഷണത്തിനും ഒരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ. തീരുമാനം നാളെ ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ സംഭവസ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ മന്ത്രിസഭാ ഉപസമിതി നാളെ പരവൂരിലേക്ക്. മന്ത്രിതല അന്വേഷണത്തിന് ഉപസമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനം രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ. അടൂർ പ്രകാശ്, VS ശിവകുമാർ, ഷിബു ബേബി ജോൺ എന്നിവർ ഉപസമിതി അംഗങ്ങൾ. കേടുപാട് സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. വെടിക്കെട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം നാളെ. അനന്തര നടപടികൾ ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം. അതേസമയം പരവൂർ ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമം നടത്തുന്നതായും മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. ആരോപണങ്ങളിൽ അതൃപ്തി. പരവൂർ ദുരന്തത്തിൽ പോലീസിനെതിരെ റിപ്പോർട്ട് നൽകിയ കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്ക് മന്ത്രിസഭാ യോഗത്തിൽ വിമർശനം. സർക്കാർ ഉദ്യോഗസ്ഥർ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് പൊതുവികാരം. അതേസമയം കളക്ടർ ഷൈനമോൾ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ. വെടിക്കെട്ട് സമയത്ത് പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉദ്യോഗസ്ഥർ പാലിച്ചില്ല. അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിനെന്നും റിപ്പോർട്ടിൽ പരാമർശം. അതിനിടെ IAS IPS തർക്കത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരോട് റിപ്പോർട്ട് തേടാൻ ആലോചന. അതേസമയം വെടിക്കെട്ട് നടത്താൻ വാക്കാൽ അനുമതി നൽകിയെന്ന ആരോപണത്തിൽ ADMന്റെ മൊഴിയെടുക്കും. ADMന്റെ ഫോൺ രേഖകളും ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിൽ. കേസിൽ വിവേചനമില്ല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടി. കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടാനാകില്ലെന്ന് സുപ്രീം കോടതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും കോടതി. നിക്ഷേപകർക്ക് നോട്ടീസ്. കള്ളപ്പണക്കാർക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പനാമയിൽ കള്ളപ്പണ നിക്ഷേപമുള്ള ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ 200 ഇന്ത്യക്കാർക്ക് അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. 2 ചോദ്യാവലികൾ ഉൾപ്പെടെയുള്ള നോട്ടീസിന് ഉടൻ മറുപടി നൽകാൻ നിർദ്ദേശം. വ്യക്തിവിവരങ്ങൾ സംബന്ധിക്കുന്ന ആദ്യത്തെ ചോദ്യാവലിക്ക് 3 ദിവസത്തിനകം മറുപടി കിട്ടണം. രണ്ടാമത്തേതിന് മറുപടി നൽകാൻ 20 ദിവസത്തെ സാവകാശം. നടപടി ഇന്ത്യക്കാരുടെ കള്ളപ്പണ നിക്ഷേപം സംബന്ധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മൊസാക് ഫൊൻസെകയുടെ ധനകാര്യ ഇടപാടുകൾ രാജ്യാന്തര പാനൽ അന്വേഷിക്കുമെന്ന് പനാമ സർക്കാർ. ദേശീയ മാധ്യമങ്ങൾ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ പുറത്തായ കള്ളപ്പണ പട്ടികയിൽ രാഷ്ട്രത്തലവന്മാരും മാധ്യമപ്രവർത്തകരും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.